തിരുവല്ലത്ത് യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO നവാസിനെതിരെ നടപടിക്ക് ശുപാർശ. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കും വിധത്തിൽ വിവരങ്ങൾ ചോർത്തി നൽകിയതിനെ തുടർന്നാണ് പോലീസുകാരനെതിരെ നടപടിക്ക് നിർദ്ദേശം നൽകിയത്. കേസിൽ പ്രതികളായ യുവതിയുടെ ഭർതൃവീട്ടുകാർക്ക് പോലീസിന്റെ നീക്കങ്ങൾ നവാസ് ചോർത്തി നൽകിയതായി തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. നവാസ് നീക്കങ്ങൾ അറിയിച്ചതോടെയാണ് പ്രതികൾ സംസ്ഥാനം വിട്ടതും. മരിച്ച ഷഹാനയുടെ ഭർത്താവിന്റെ ബന്ധുവാണ് നവാസ്. നവാസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഡിസംബർ 26 രാത്രിയാണ് ഷഹാനയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗാർഹിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സംഭവ ദിവസം രാത്രി തന്നെ ഭർത്താവ് നൌഫലും നൌഫലിന്റെ അമ്മയും കാട്ടാക്കടയിലെ വീട്ടിൽ നിന്ന് ഒളിവിൽ പോയിരുന്നു. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടെ ഇവർ കടക്കലുള്ള ഒരു ബന്ധുവീട്ടിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്ന് കടക്കൽ പോലീസിനോട് തിരുവല്ലം പോലീസ് ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ ഇവരെ പിടികൂടാനായി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി. അതിനിടെ കടക്കൽ സ്റ്റേഷനിലെ റൈറ്റർ കൂടിയായ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നവാസ് ഈ വിവരം പ്രതികൾക്ക് ചോർത്തി നൽകിയത് മൂലമാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്ന് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ അവിടെ നിന്ന് മുങ്ങാൻ പ്രതികൾക്ക് നവാസ് നിർദ്ദേശം നൽകിയതായുമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും പ്രതികൾ കടക്കലുള്ള വീട്ടിൽ നിന്ന് കടന്നുകളഞ്ഞിരുന്നു. പ്രതികൾ സംസ്ഥാനം വിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത്. പോലീസ് പിടികൂടുന്നതിൽ നിന്ന് പ്രതികളെ രക്ഷിക്കുകയും കേരളം വിടാൻ സഹായിക്കുകയും ചെയ്തത് നവാസ് ആണ് എന്നാണ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികളുടെ ഒളിയിടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.